വിചാരിക്കൂ തീരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യ അല്ലാണ്ട് ഒരുപാട് ജീവികളെ സൃഷ്ടികളെ അല്ലാഹു സൃഷ്ടിച്ച ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാത്തെയും നിങ്ങൾക്ക് വേനായിട്ട് നാം സൃഷ്ടിച്ച എന്നിട്ട് അല്ലാഹു ചൊല്ലാം. അപ്പൊ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട് ചെല്ലുമ്പോൾ കാലി നിങ്ങൾക്ക് തിന്നൊക്കെ വേനായിട്ട് ഉണ്ടല്ല. അപ്പൊ എറുമ്പ് അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട്, പാമ്പ് അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട്, കാക്കയുടെ അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട്, കോഴിയുടെ അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട്, നായുടെ അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേനായിട്ട്, എല്ലാ ജീവികളെയും അല്ലാഹു നിങ്ങൾക്ക് വേനായിട്ട് സൃഷ്ടിച്ചത്. അപ്പൊ ഈ ആയത്ത് കേട്ടാൽ അല്ലാഹു നായുടെ നിങ്ങൾക്ക് വേനായിട്ടല്ല സൃഷ്ടിച്ചത്. അപ്പൊ നായി കൂട്ടാണ്ട് ചെറുത്തോണ്ടേനെ വരയ്ക്കണം. കാക്കയുടെ അല്ലാഹു നിങ്ങൾക്ക് വേനായിട്ടല്ല സൃഷ്ടിച്ചത്. അപ്പൊ കാക്കയുടെ നിങ്ങൾ തിന്ന അങ്ങനല്ല, കാലി തിന്നത് മാത്രമായിട്ടല്ല അല്ലാഹു സൃഷ്ടിച്ചത്. ഓരോ ജീവിലും ചില ജീവികളെ തിന്നുക വേനായിട്ട് അല്ലാഹു സൃഷ്ടിച്ച, ചില ജീവികളെ നോക്കിയിട്ട് ഞങ്ങൾ പഠിക്കുക ഒരേ വിഷയമെല്ലാം ഉണ്ട്. അത് അല്ലാഹു സൃഷ്ടിച്ച. അതുകൊണ്ടല്ലേ ഭൂമിയിൽ ഫസ്റ്റ് ഒരു കൊല നടന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോൻ ഹാബീൽ മൂത്തോണ് ഹാബീലിനെ കൊന്ന, സ്വന്തം എലോണ് മൂത്തോന്റെ കൊന്ന. അത് ഭൂമിയിൽ നടന്ന ഫസ്റ്റ് കൊലയായിട്ട് കിട്ടും. പക്ഷേ കൊലയാക്കിയിട്ട് കൊന്നിട്ട് ആ ശരീരത്തെ എന്താക്കണോ ചെന്നിട്ട് കാബീല് ഒന്നായിട്ടില്ല. എല്ലാവർക്കും ഒന്നായി പോയെങ്കിലാ എന്നെ വിടില്ല. ഇപ്പൊ എന്താക്കിടത് ചെന്നിട്ടു ആ ശവശരീരത്തെ കുഞ്ചിരമേൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടൊക്കെ മാറ്റിക്കിട് ഒരു ചത്തുപോയ കാക്കയുടെ കുഞ്ഞിരത് പൂത്തക പേനായിട്ട് പിന്നൊരു കാക്കിയെ കൊക്കലോ ഭൂമിയുടെ ചൊരണ്ടിട്ട് ആക്കിയിട്ട് ആ കാക്കയുടെ കുഞ്ഞിരെ വലിച്ചിട്ട് അതിലിട്ടിട്ട് കൊക്കല് മണ്ണിട്ടിട്ട് മൂടിത്ത്. ഇതിലെ കാബീല് കണ്ടിട്ടാകുമ്പോ കാബീല് അപ്പൊ നാണും ഈ ബോഡിയിലെ ഇങ്ങനെ ആക്കണം ചെന്നിട്ട് കാബീല് എന്താക്കിയ ഗുളി എടുത്തിട്ട് തന്റെ മൂത്തോന്ന് ഹാബീലത് മൂടിയ. അപ്പൊ ഒരു മനുഷ്യക്ക് കബറ് തോണ്ടൊക്കെ വെടിപ്പാട്ടിയത് കാക്കിയായിട്ട് കിട്. അപ്പൊ നമുക്ക് എന്തായില്ല, അള്ളാഹു പ്രത്യൊന്നരെയും സൃഷ്ടിച്ചത് കാക്ക മനുഷ്യക്ക് പേനായിട്ടുണ്ട് ചൊല്ലുമ്പോഴത്തേക്കും അങ്ങനെ ആയിട്ട് വിഷയം. അതേപോലെ നായിയുടെ പോലെ ഒരു കൃതജ്ഞത ജീവി വേറെ ഒന്നില്ല. നായിക്ക് നിങ്ങൾ എത്ര വർഷം മുന്നിൽ എന്തൊരു ഉപകാരമാക്കിയിട്ടുണ്ടെങ്കിലും അത് ഞങ്ങളെ നെനപ്പ് വെച്ചുള്ളൂ. നായിക്ക് അങ്ങനത്തെ ഒരു ശക്തി അള്ളാഹു കൊടുത്ത. അപ്പൊ മനുഷ്യക്ക് കൃതജ്ഞത ആക്കാത്തോണം അള്ളാഹു കൃതജ്ഞത ആക്കില്ല. അപ്പൊ നായിയുടെ കൊണ്ടിട്ട് നായക്ക് ഒരു പാട്ടും എന്തെങ്കിൽ ആറ് ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയെങ്കിൽ ഞങ്ങൾ അതിനെ മറക്കുക തീടാ. ഞങ്ങൾ ആർക്ക് ഹെൽപ്പ് ആക്കിയെങ്കിലും എന്താക്കണം, ഞങ്ങൾ അതിനെ മറക്കും. ഞങ്ങൾ ആർക്കെങ്കിലും ഹെൽപ്പ് ആക്കിയിട്ട് അതിനെ മനസ്സിൽ വെച്ചോണ്ട് അവൾക്ക് ഞാൻ അതെല്ലാം ആക്കിയപ്പോ ഇപ്പൊ നോക്കി അവൾക്ക് എന്റെ നെൽപ്പേ ഇല്ലേ വരയ്ക്കത്തില്ല. അങ്ങനെ ആക്കി പഠിച്ച റബ്ബ് നായക എന്തെല്ലാം തന്നല്ലേ. ഞങ്ങൾ എത്ര പഠിച്ചോണ്ട് നെനപ്പാക്കടാ. എന്റെ സുബഹി നിസ്കാരത്തിൽ ഞാൻ ഓതിയ ആയത്ത് ഒരു കൂട്ട ആൾമാരെ പോലെ നിങ്ങൾ ആവുക തീരാ. എങ്ങനത്തെ ആൾമാർ അങ്ങ് അള്ളാഹുടെ മറന്നാറ്, അള്ളാഹുടെ മറന്ന ആൾമാരെ പോലെ നിങ്ങൾ ആക്കുക തീരാ. അള്ളാഹുടെ നിങ്ങൾ മറന്നതുപോലെ ആക്കിയെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചെങ്കിൽ നിങ്ങളെ അള്ളാഹു മറക്കുവാൻ. അതുക്കുറുക്കും എപ്പോഴും ഞങ്ങൾ നന്റെ നിങ്ങൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കണോ, നിങ്ങൾ നാളെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും കൃതജ്ഞത ആക്കിയ ഞങ്ങൾക്ക് ഉപകാരമാക്കിയ ആൾമാർക്ക് ഞങ്ങൾ ഇപ്പോൾ കൃതജ്ഞതയ്ക്കണോ ചെന്നിട്ടു നായിടെ കാട്ടിട്ട് അള്ളാഹു ഞങ്ങൾ പഠിപ്പാട്ടിയ. ഇനി കോലിയുടെ അടുത്ത് നോക്കിയെങ്കിലും ചെമ്മ പാട്ടങ്ങൾ ഞങ്ങളുണ്ട്. ചില സ്വഭാവ പ്രാണികളത് ഞങ്ങൾ ഇക്കോ തീരാം. ചില സ്വഭാവ പ്രാണികൾ കണ്ട് ഞങ്ങൾ പഠിക്കണം. കോഴിക്ക് നല്ല സ്വഭാവമുണ്ട്, കോഴിക്ക് പെടക്ക് സ്വഭാവമുണ്ട്. കോഴിയുടെ പെടക്ക് സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിപരീതമായ കാമയ്ക്കിട് കോലി ഷഹ്വത്തെയാണ്. അത് എവിടെ എന്തില്ല. പെണ്ണ് കോഴി കിട്ടിയെങ്കിൽ പെട്ട കോഴി കിട്ടിയെങ്കിൽ അത് അതിലെന്താക്കിട് അതിലെ കാമ തീർക്കുകയായിട്ട് യൂസ് ആക്കിയല്ല. മനുഷ്യ അങ്ങനെ ആവകു തീര കണ്ടവിടെയുള്ള വ്യഭിചാരത്തും സിനത്തും പോകുള്ള ജീവിയല്ല മനുഷ്യ. അതേ സന്ദർഭത്തിൽ കോഴിക്ക് ഒരു നല്ല സ്വഭാവമുണ്ട്. അത് പറഞ്ഞിടത്ത് കുറുടിയായെങ്കിലും സുബിക്ക് എനിക്കിടത് മാത്രം വേഗമായിട്ട്. അപ്പൊ കോഴി ഒരു പൂവൻ കോഴി ഔത്തൊരു ബലത്തരുത് കുറെ സിഹിറെല്ലാം തടഞ്ഞു കിട്ടൊക്കെ കാരണം അവിടെ ഉണ്ടും ഔത്തൊരു വലിയൊരു ബറക്കത്തിക്കും കാരണം ചെന്നിട്ട് ഞങ്ങൾക്ക് കിതാബിൽ കാണും. അപ്പൊ കോഴി സുബിക്ക് വേഗം ഇച്ചിരി കൂക്കിടും. അത് നല്ല ഒരു സ്വഭാവമായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കണോ,
ഒരു നിർബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു തക്ലീഫില്ലാത്ത കൽപ്പനയില്ലാത്ത ഒരു കോലി പോലും ഇത്ര സുബൈക്ക് വേഗ എണിക്കുമ്പോൾ അള്ളാഹു എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് എൻ്റെ ബായിക്ക് അള്ളാഹു റിസ്കത്ത് പാട്ടി തന്നിട്ട് നാണ് ഈ സുബൈക്ക് എണിക്കാണ്ട് ഉറങ്ങടെ മാച്ചുള്ള ഒരു പാട്ട കോലിലൂടെ. അതേപോലെ പ്രത്യേക ജീവിലും എറുമ്പ് നോക്കണം, എത്ര ഒരു സിസ്തായിട്ടായിട്ട് എറുമ്പ് നടന്നോണ്ട് പോണ്ടത്. ഏതൊരു കോച്ചിങ് ക്ലാസ്സിൽ അത് പോയിട്ടില്ല, ഏതൊരു ട്രെയിനിങ് അത് കിട്ടിയിട്ടില്ല. എങ്കിൽ ലീഡറായ ഉമ്മ എതിർല് നടന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ കുഞ്ഞി എറുമ്പുങ്ങ അതിന്റെ പെരുവത്തിൽ എന്താവോ ലൈനായിട്ട് പോണ്ട്. ആറും ക്ലാസ് എടുത്തിട്ടില്ല, ഏത് ഉസ്താദിന്റെ ക്ലാസ്സും ആ എറുമ്പുങ്ങ തെച്ചിട്ടില്ല. അതേ സന്ദർഭത്തിൽ എല്ലാ ക്ലാസ് കേട്ടിട്ടും എല്ലാ വാഴ്ന്നു കേട്ടിട്ടും ഞങ്ങളെ അവസ്ഥ നോക്കുന്നു. ഒരു മഗ്രിബ് നിസ്കരിച്ചിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ് എന്തൊരു അവസ്ഥ, എന്തൊരു ഗൗജായിട്ട് അതബു ചൊല്ലത് തീരെ ഇല്ല. പള്ളിയുടെ പുറത്ത് ചെറുപ്പ് വെക്കട വിഷയത്തിൽ അതേപോലെ കുറേ വട്ട ചൊന്നതാണ്. ഈ ബൗദ്ധ ധർമ്മത്തങ്ങ ഒരു ധർമ്മമുണ്ട്, ഭയങ്കര ശിസ്തായിട്ട് പാലൻ. അങ്ങനെ ടെമ്പിളിലെ പുറത്തെല്ലാം പോയി നോക്കിയെങ്കിൽ ചെറുപ്പങ്ങൾ കറക്റ്റ് നീറ്റായിട്ട് വെച്ചിരിക്കുക. ആ ഒരുത്തര ചെറുപ്പ് പിന്നോർത്ത ഊന്ദ്രതാവട്ടെ, ഒരുത്തര ചെറുപ്പ് പിന്നോർത്ത മിസ്സാവിടതാവട്ടെ, അങ്ങനത്തെ ഇല്ലേ ഇത്ര നീറ്റായിട്ട് വെച്ചിരിക്കുക. ഞങ്ങൾ ഇത്രയുള്ള വ്യവസ്ഥ എന്നിട്ട് പോലും ഞങ്ങൾ എന്താക്കില്ല, ക്ലാസ്സിൽ ചെറുപ്പ് വയ്ക്കരുത്. ചെറുപ്പ് വെച്ചിട്ട് ആ ചെറുപ്പിൽ എന്തല്ല ഇക്കട ഞങ്ങൾ നാലുകന്ത് ചെറുപ്പ് കലകില്ലല്ലേ, കാൽ കലകട കറക്റ്റ് കാൽ കലകിയിട്ട് അതേ ചെറുപ്പിടുക. പിന്നെ ചെറുപ്പിട്ടുകൊണ്ട് പള്ളിക്ക് പോണ്ട, ആ ചെറുപ്പിട്ടുകൊണ്ട് വന്ന കാരണം കൊണ്ടിട്ട് പിന്നെ കാൽ കലകാണ്ട പള്ളിക്ക് പത്ര. കാൽ ക്ലീൻ ഇന്നെങ്കിലും ഇല്ലെങ്കിലും കാൽ കിടത് നല്ലതായിരിക്കും പള്ളിക്ക് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ശിസ്തുന്ന ഞങ്ങൾ പ്രാണികളെ കൊണ്ടിട്ട് ഞങ്ങൾ പഠിപ്പാട്ടി തന്നെ. പക്ഷെ ഞങ്ങൾ എന്തായി പോയാൽ ഞങ്ങളെ കണ്ടിട്ട് പ്രാണിങ്ങമേ തെരുതപ്പി പോണ്ടെന്താ ചൊന്നിട്ടു. ശുദ്ധമായ ഖുർആനിൽ ചിന്തിക്കുള്ള കൽബ് കൊടുത്തിട്ട് ചിന്തിക്കാത്തങ്ങ, നല്ലത് കേൾക്കുള്ള കാത് കൊടുത്തിട്ട് കേൾക്കാത്തങ്ങ, നല്ലത് നോക്കുള്ള കണ്ണ് കൊടുത്തിട്ട് ഹറാമ് മാത്രം നോക്കണ ആൾമാർ ഉലായിക്കൽ അൻആം. അങ്ങ് പ്രാണിങ്ങളെ പോലാണ്ട് അള്ളാഹു ചൊന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ല പ്രാണിങ്ങളെ പോലാണ്ടല്ല ബൽഹും അദൽ, പ്രാണിങ്ങളെ കാട്ടി അതപ്പതിച്ച് തീർത്തപ്പിയ ആൾമാർ ചൊന്നിട്ട് മനുഷ്യന്മാരായ ഞങ്ങളെ അള്ളാഹു ചൊല്ല എല്ലാ ജീവികളെ കാട്ടി യാറെ മഹത്വം തന്നിട്ട് അള്ളാഹു അതേ അള്ളാഹു ഞങ്ങളെ ചൊല്ല നിങ്ങൾ പ്രാണിങ്ങളെ കാട്ടി അതപ്പതിച്ചു പോയെങ്ങാണ്ട്. കാരണം എന്തേ? കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുടെ മുട്ട യാറെ സ്ഥാനമാന കിട്ടത് മനുഷ്യ ചില റൂപ എന്നത് കൊണ്ട് മാത്രമല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, യാറെ തഖ്വ ഉള്ള അള്ളാഹുടെ സൂക്ഷ്മതയുള്ള യാറെ പേടിയുള്ള ജീവനെ ഞങ്ങൾ നയിച്ചെങ്കിൽ മാത്രമായിട്ട് മനുഷ്യ ജീവനെ ഞങ്ങളത് സാർത്ഥക്കാവും. അതുകൊണ്ടിട്ട് എല്ലാ ജീവികളെ കാട്ടി നക്ക് യാറെ മഹത്വം കൊണ്ട് ചെന്നിട്ട് നാണ് ധിക്കരിച്ച് നടന്നു പോയെങ്കിൽ ഞാൻ ചെന്ന പോലെ നായിയല്ല പന്നിന്റെ സ്ഥാനം പോലും അള്ളാഹുടെ എതിരിൽ ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ അള്ളാഹുടെ തഖ്വയോടുകൂടി ജീവിക്കുക പേരായിട്ട് ആയിട്ടിക്കട്, അള്ളാഹുടെ പേടിച്ചിട്ട് ജീവിക്കുക പേരായിട്ട് ആയിട്ടിക്കട്. അള്ളാഹു വിശുദ്ധമായ റമളാൻ തിങ്കൾ തന്നെ റഹ്മത്തിലെ 10 പോയിട്ട് മഗ്ഫിറത്തിലെ 10. ഇപ്പൊ ലാസ്റ്റ് നരകത്തെ തൊട്ട് വിമോചന കിട്ടുന്ന പോലത്തെ ജാവുളും പോർവുമായിട്ട് കിടന്നുള്ളത്. അള്ളാഹു ഞങ്ങളെ നരകത്തെ തൊട്ട് വിമോചനം തന്നില്ലാണ്ട് കണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ഒരു അധപതനത്തിലായിട്ട്. അതുകൊണ്ടായിട്ട് ഈ ലാസ്റ്റിലെ 10 ഞങ്ങൾ ദിക്റങ്ങ് ചൊല്ലത് അല്ലാഹുമ്മ അത്ഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ നന്റെ നിന്നെ നരകത്തെ തൊട്ട് മോചിപ്പിച്ചിട്ട് സ്വർഗത്തേക്ക് നീന് കടത്തുറപ്പേണ്ട. ഇപ്പൊ ഞങ്ങളൊരു സംശയം, നരകത്തെ തൊട്ട് മോചനായെങ്കിൽ പിന്നെ സ്വർഗത്തിക്കല്ലേ പോണ്ട്, പിന്നെ വേറെ എവിടെ ഇക്കടേണ്ട. അപ്പൊ നരകത്തെ തൊട്ട് തന്നെ നീ രക്ഷപ്പെടുത്തിയിട്ട് മാത്രം ചൊന്നമെയ്യാവല്ലേ, പിന്നെ സ്വർഗത്തേക്ക് നീ കടത്തോട്ട് ചൊല്ലുകൊണ്ടാണ്. അതൊക്കെ ഒരുപാട് വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. ലാ തഅ്മൻ മക്രി ഹത്താ തജൂസ സിറാത വതറ ഖദമൈക ഫിൽ ജന്ന. നരകത്തെ മേൽ നിർമ്മിക്കപ്പെട്ട ഒരു മുടിയുടെ 7 ഭാഗമാക്കിയിട്ട് ആ ഒരു ഭാഗത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സേതുവയായിട്ട് സിറാത്തു പാല ചൊല്ലുന്നു. ആ സിറാത്തു പാല വിട്ട് നരകത്തെ മേലിക്കിട്, അത് വിട്ട് കടന്നങ്ങളായിട്ട് പിന്നെ സ്വർഗം അതിന് മേൽ കടക്കുകയോ ഇത്ര സുലാഭെന്തല്ല. മുഅ്മിനീങ്ങളായ ആൾമാർ അള്ളാഹുടെ പേടിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആൾമാർക്ക് അത് ഒരു മുടിയായെങ്കിലും വലിയൊരു വിശാലമായ ഒരു
തെരുവായിട്ട് അള്ളാഹു കാട്ടി കൊടുക്കാണ്ട് മാത്രമല്ല, ഒരു മിന്നൽ ഒരു ചെറിയ ഒരു വെളിച്ച വന്നിട്ട് പോയെങ്കിൽ എത്ര ടൈം വേണം അതിനെ ഉൾഗാങ്ങ സിറാത്ത് പാല വിട്ട് കടത്തിലേക്ക് ഇടാറുണ്ട്. അങ്ങനത്തെ സിറാത്ത് പാലം കടന്നെങ്കിൽ പോലും നീന് സ്വർഗത്തിൽ എത്തിയായിട്ട് നീന് വിചാരിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ ചൊല്ലും, ലാ തഅ്മൻ മക്രി, നിന്റെ ശിക്ഷയെ തൊട്ട് നീന് രക്ഷപ്പെട്ടായിട്ട് നീന് വിചാരിക്കേണ്ട. ഹത്താ തജൂസ സിറാത്ത, സിറാത്ത് പാല വിട്ട് കടന്നിട്ട് വതറ ഖദമൈക ഫിൽ ജന്ന, നിന്റെ രണ്ട് കാലും സ്വർഗത്തെ ഉൽഗ വെക്കുക വെച്ച് കിട്ടിത്ത നീ രക്ഷപ്പെട്ടെ. ഒരു കാൽ മാത്രം സ്വർഗത്തെ ഉൽഗ വെച്ച് ഒരു കാൽ പുറത്തുണ്ട്, അപ്പോഴും അള്ളാഹു നിന്റെ വാപാസ് നരകത്ത് കടത്തുക സാധ്യതയുണ്ടോ. അതുകൊണ്ടിട്ട് രണ്ട് കാലും സ്വർഗത്തെ ഉൽഗ എത്തി കിട്ടിയെങ്കിൽ മാത്രം അള്ളാഹുടെ ശിക്ഷനെ തൊട്ട് നിന്നെ രക്ഷപ്പെട്ട ചൊല്ല ഒരു വിശ്വാസം നിൽക്ക് വേണ്ട. അതുക്കായിട്ട് ഈ ദിക്ർ എന്ന് ചൊല്ലും, അല്ലാഹുമ്മ തഖ്നി മിനൻ നാർ, ചോര നിന്റെ നീ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്ത്. വഅദ്ഖിൽനി, നിന്റെ നീന് കടത്ത് അൽ ജന്നത, സ്വർഗത്തിക്ക് നീന് കടത്ത്. യാ റബ്ബൽ ആലമീൻ, ഓ ലോകരക്ഷിതാവായ അല്ലാഹുവേ. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ നിരന്തരമായിട്ട് ചെന്നോണ്ടിരിക്കണം. അതോടുകൂടി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഫാസ്റ്റ് ചൊല്ലുമ്പോൾ എന്തെല്ലാം ചെന്നോണ്ട് പോകണ്ടല്ല. ഉസ്താദ് ചൊല്ലത് കറക്റ്റ് കാത് കൊടുത്തിട്ട് അങ്ങനെ ചൊല്ലും, അല്ലാഹുമ്മ ഇന്നക എന്തെല്ലാം ചൊന്നോണ്ട് പോകണ്ട. ഒരാൾമാർ ചിലപ്പോൾ അത് കൊത്തില്ലാണ്ടായിരിക്കും, ആയെങ്കിലും ചൊല്ലതെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ചെങ്കിൽ കറക്റ്റായിട്ട് ചൊല്ലുക അവിടെയല്ലേ. ആ ചൊല്ലുമ്പോൾ അർത്ഥം ചിന്തിച്ചിട്ട് യോജനാക്കി ചൊല്ലുമ്പോൾ ആ ദിക്ർ ദുആക്ക് പിന്നെയും തെൽ ശക്തി കിട്ടും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക നീന് അഫൂൻ, യാറ മാഫാക്കിടെ ആളായിട്ടിക്കിടെ. നിന്റെ പോലെ മാഫാക്ക് ഒരാൾക്കും ഇവിടെ സാധ്യമില്ല. ഞങ്ങൾ ഒരാൾ ഒർക്ക തപ്പാക്കിയെങ്കിൽ മാപ്പാക്കുക, രണ്ട് പെട്ട തപ്പാക്കി വെക്കുക, മൂന്നാമത്തെ പെട്ട തപ്പാക്കിയെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എത്ര പെട്ട ചെന്നിട്ട് മാപ്പാക്കണത് അർത്ഥമില്ല. അതേ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ചൊല്ല സാധാരണമായിട്ട്. അതേ സന്ദർഭത്തിൽ പടച്ചറപ്പുറത്ത് ഞങ്ങൾ എത്ര ദോഷമാക്കിയെങ്കിലും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരക്ക് റെഡിയുള്ള മാത്രം ഞങ്ങൾ എന്താവണം മാപ്പ് കേക്ക് റെഡിയിക്കണം. ഞാനെന്ത് ആക്കാത്ത തപ്പോ ദുനിയാവിലാണോ ആക്കാത്തതാണ് ഞാൻ ആക്കിയത് ചെന്നിട്ട് അങ്ങനത്തെ ഒരു ബന്ധങ്ങളത് ധിക്കാര മനോഭാവമായിരിക്കും. എത്ര ചെറിയ തപ്പാവട്ടെ വലിയ തപ്പാവട്ടെ പടച്ചറപ്പുറത്ത് ഞങ്ങൾ മാപ്പ് കേട്ടുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തുഹിബ്ബുൽ അഫ്വ, മാഫാക്കിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഒരു അടിമ ദോഷാക്കിയിട്ട് അവൻ അള്ളാഹുടെ മാപ്പ് കേൾക്കുമ്പോഴത്തേക്കോ അള്ളാഹു മാപ്പാക്കി കൊടുക്കണേ എന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്റെ അടുത്ത് മാപ്പ് കേട്ടുകൊണ്ടുള്ള ഫഅഫു അന്നി, നക്ക് നീന് മാപ്പ് താ റബ്ബേ ചെന്നിട്ട് എന്തൊരു അർത്ഥമുള്ള ദിക്റായിട്ടിരിക്കും. ഇത് നിർമ്മലമായ മനസ്സോട് കൂടിയിട്ട് നാണ് ഒന്നും അല്ല ഈ ദുനിയാവിലോ, നാണൊരു കാട്ടത്തിന് സമാന അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടി അള്ളാഹുവിട്ട് ദിക്റ് ചെന്ന് ദ്വാരക്കുമ്പോഴത്തേക്ക് റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരാണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങൾ കൽബായിട്ട് അള്ളാഹു നോക്കരുത്. കാലി വായും കാലി നോട്ടവും ഞങ്ങളുടെ ശരീരത്തെ ചന്തവും ഞങ്ങളുടെ അധികാരവും ഞങ്ങളുടെ സമ്പത്തല്ല. അള്ളാഹു ഞങ്ങൾ കൽബായിട്ട് നോക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തഖ്വ കൊണ്ടിട്ട് ഇഖ്ലാസോട് കൂടി ജീവിച്ചിട്ട് ഈ വിശുദ്ധമായ റമദാൻ തിങ്കൾ ഞങ്ങളെ വിട്ടുപോകുമ്പോഴത്തേക്ക് പൊരുത്തപ്പെട്ട നിലക്കുള്ള ആ ഒരു വിട്ടുപിരിയൽ കിട്ടിയ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷത്തെയും അള്ളാഹു ഈ നാളിലെയും ഈ തിങ്കളിലെയും ടൈമുടെയും ബർക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റായത്തിലുള്ള ഓരോ മുഅ്മിനാത്തുമകും അള്ളാഹു ഹിദായത്തും ഇഖ്ലാസും തഖ്വയും ഏറ്റുകൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഹറാമായ കാര്യങ്ങളെ തൊട്ട് വേണ്ടാത്തരത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പാലക്കാരെ അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ചിട്ട് ഈമാൻ സലാമത്തായി മരിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.